യൂണിവേഴ്സ് എറ എന്നും അറിയപ്പെട്ടിരുന്ന PG എറ പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ WWE ഒരു കാലഘട്ടമായിരുന്നു. ആറ്റിറ്റ്യൂഡ് എറയിലും റൂത്ത്ലെസ് അഗ്രഷൻ എറയിലും WWE മാച്ചുകളിലും സെഗ്മെൻറ്റുകളിലും വയലൻസും അഡൽട്ട് കണ്ടൻസും ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈ 22, 2008 ആരംഭിച്ച PG എറയിൽ TV PG റേറ്റിംഗിൽ TV പാരൻ്റൽ ഗൈഡൻസിൽ വന്നതോടെ ആറ്റിറ്റ്യൂഡ് എറയിലെയും റൂത്ത്ലെസ് അഗ്രഷൻ എറയിലെയും വയലൻസും അഡൾട്ട്സ് കണ്ടൻസും പൂർണ്ണമായും ഒഴിവാക്കി. കൂടാതെ TV PG റേറ്റിംഗ് വന്നതോടെ WWE പ്രോഗ്രാമുകളിൽ കൂടുതലും ഫാമിലി ഫ്രണ്ട്ലി ആവുകയും ഈ നീക്കം പണ്ട് WWE കണ്ടിരുന്ന ആരാധകരിൽ നിന്ന് വളരെയധികം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം ഒരു നല്ല ബിസിനസ് തീരുമാനമായി പ്രശംസിക്കപ്പെട്ടു. കാരണം ഇത് പ്രൊമോഷനെ കൂടുതൽ പ്രേക്ഷകർക്കും കോർപ്പറേറ്റ് സ്പോൺസർമാർക്കും ആകർഷകമാക്കി. കൂടാതെ PG കാലഘട്ടത്തിൽ ജോൺ സീനയുടെ ഫിനിഷിംഗ് മെനുവറായ FU ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ മാറുകയും WWE വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന പേപ്പർ വ്യൂ എക്സ്ട്രീം റൂൾസ് എന്ന പേരിൽ റീനെയിമും ചെയ്യപ്പെട്ടു. കൂടാതെ ക്രിസ് ബെനോൾട്ടിൻ്റെ ഡബിൾ മർഡർ സൂസൈഡിന് ശേഷം തലയിലേക്കുള്ള ചെയർ ഷോട്ടുകളും മാച്ചുകളിൽ അപൂർവമായി തീർന്നു. പിന്നീട് 2010 ഇത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. 2008 മുതൽ 2014 വരെയായിരുന്നു PG എറ എന്ന കാലഘട്ടം ഉണ്ടായിരുന്നത്. പിന്നീട് PG കാലഘട്ടത്തിൽ 2011 ജോൺ സീനയുമായുള്ള ഫ്യൂഡിൽ CM പങ്ക് ഒരു മെഗാസ്റ്റാർ ആവുകയും ചെയ്തു. 2013 ഫെബ്രുവരി 25 റോ എപ്പിസോഡിൽ നടന്ന ജോൺ സീനയും CM പങ്കുമായിട്ടുള്ള മത്സരം WWE ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാച്ചിൽ ഒന്നായി മാറി. അന്നത്തെ ഭാവിയിലെ താരങ്ങളായി കണക്കാക്കപ്പെട്ട ആൽബർട്ടോ ദെൽ റിയോ, ഡാനിയൽ ബ്രയൻ, ഷെയ്മസ്, ഡ്രൂ മാക്കൻഡയർ, ദ വൈറ്റ് ഫാമിലി മെമ്പറായ ബ്രേ വൈറ്റ്, ലൂക്ക് ഹാർപ്പർ, എറിക് റോവൻ, ദ ഷീൽഡിലെ മെമ്പേഴ്സായ റോമൻ റെയിൻസ്, ഡീൻ ആംബ്രോസ്, സെത്ത് റോളിൻസ് ഇവരൊക്കെ ഡെബ്യൂട്ട് ചെയ്യുന്നത് ഈ സമയത്താണ്. പിന്നീട് 2014 മുതൽ 2016 വരെ കാലഘട്ടങ്ങളിൽ റിയാലിറ്റി എറ എന്ന പേരിൽ അറിയപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.